ശ്രീജിത്തിലേക്ക് കൂടി പോവുകയാണ്. ശ്രീജിത്ത്, തെർമൽ സ്കാനർ അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ട്രക്കിനകത്ത് മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ള കണ്ടെത്തലുകളിലേക്ക് പോകുന്നത് എന്നാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രിയും ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരും. അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ ക്യാബിനുള്ളിലേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് എത്താൻ കഴിയാത്തതാണ് നിലവിൽ ഏറെ നിരാശ സൃഷ്ടിക്കുന്ന കാര്യം. നാളെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ട്രക്കിലെ ക്യാബിൻ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കുമോ ആദ്യഘട്ടത്തിൽ പുരോഗമിക്കുക? തീർച്ചയായും അത്തരത്തിലാണ്. കാരണം രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അടിയൊഴുക്കാണ് ഈ പുഴയിലുള്ളത്. കാരണം ഈ 6-നും 8-നും നോട്ട് രീതിയിലാണ് അവിടെ വെള്ളം ഒഴുകുന്നത്. ഇത് വളരെ വലിയ രീതിയിൽ അടിയൊഴുക്കാണ്. ഈ പ്രദേശത്തേക്ക് എന്തായാലും ഈ മുങ്ങൽ വിദഗ്ധർക്ക് എത്താൻ കഴിയില്ല. അതിനാലാണ് ഇത്തരത്തിൽ ഈ കൃത്യമായ സ്പോട്ട്, ഈ ലോറിയുടെ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടും ആ പ്രദേശത്തേക്ക് ഇത്തരത്തിൽ നമുക്ക് തിരച്ചിൽ നടത്താനായി മുങ്ങൽ വിദഗ്ധർക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇത്തരത്തിൽ ഈ ദൗത്യ സംഘം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് 4 പ്രധാന ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ലോഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായത്. അത് 4 നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒന്ന് റോഡ് സേഫ്റ്റി റെയിൽ, അതോടൊപ്പം തന്നെ ടവറിന്റെ ഭാഗം. കാരണം അവിടെ ഒരു മൊബൈൽ ടവർ ഉണ്ടായിരുന്നു. അത് ഈ മണ്ണിടിച്ചിലിൽ ഈ ലക്ഷ്മണന്റെ കടയ്ക്ക് സമീപം എത്തുകയും തുടർന്ന് ഈ പുഴയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ സിഗ്നൽ ലഭിച്ചു. മറ്റൊരു സിഗ്നൽ ഈ അർജുന്റെ ലോറി എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ശക്തമായ സിഗ്നൽ തന്നെ ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് ടാങ്കറിന്റെ ക്യാബിനാണ്. കാരണം ഈ മണ്ണിടിച്ചിൽ അവിടെ ഒതുക്കിയിട്ടിരുന്ന ഈ ടാങ്കർ ഈ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ പലതവണ കണ്ടതാണ്. അതിന്റെ ക്യാബിനാണ് നിലവിൽ ഇവിടെയുള്ളത്. എന്തായാലും നാളെ പ്രധാനമായും ഈ ലോറിയുടെ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ഈ പരിശോധന നടത്തുന്നത്. പക്ഷേ നാളെയും ഈ കാലാവസ്ഥ വെല്ലുവിളിയാകുമോ, മഴ വെല്ലുവിളിയാകുമോ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. നാളത്തെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായിരിക്കും നാളത്തെ അന്തിമ ബലം. എന്നാൽ പക്ഷേ വലിയ തോതിലുള്ള മണ്ണ് മാറ്റേണ്ടതുണ്ട്. കാരണം ഈ കരയിൽ നിന്നും 50 മീറ്റർ അകലെയാണ് ഇത്തരത്തിൽ നിലവിൽ ഈ ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പ്രദേശത്ത് പൂർണ്ണമായി തന്നെ മണ്ണ് മാറ്റിയാൽ മാത്രമേ ഈ ലോറി ദൃശ്യമാകുകയുള്ളൂ. എന്നാലും ഈ മണ്ണ് മാറ്റിയാലും ആ പ്രദേശത്ത് ഇത്തരത്തിൽ അടിയൊഴുക്കുണ്ട്. അതിനാൽ തന്നെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ എത്തി ഈ ലോറി ലോക്ക് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. കാരണം ലോക്ക് ചെയ്തില്ലെങ്കിൽ അത്തരത്തിൽ ഈ വലിയ അടിയൊഴുക്കാണ്. മണ്ണ് മാറ്റുന്ന സമയം കൊണ്ട് തന്നെ വെള്ളത്തിൽ ഈ ഒഴുക്കിൽപ്പെട്ട് ലോറി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് നിലവിൽ ഇത്തരത്തിൽ ലോക്ക് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ഈ കേബിനിൽ എത്തി മുങ്ങൽ വിദഗ്ധർ പരിശോധിക്കുക. അപ്പോഴും ഈ അടിയൊഴുക്കില്ലാത്ത സമയത്ത് മാത്രമായിരിക്കും ഈ കേബിന് സമീപമെത്തി ഇത്തരത്തിൽ പരിശോധന നടത്താൻ കഴിയുക. കേബിനിൽ പരിശോധന നടത്തുമ്പോൾ അർജുനെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അർജുന്റെ പുറത്തെത്തിച്ച് കേബിൻ തുറന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തും. അതിനാൽ പിന്നീട് വളരെ വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമവും നിലവിൽ ജില്ലാ ഭരണകൂടം ഉറപ്പാക്കിയിട്ടുണ്ട്. എന്തായാലും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള വലിയ തിരച്ചിലാണ് ആ പ്രദേശത്ത് നിലവിൽ നടക്കുന്നത്. പക്ഷേ ദിവസങ്ങളായി മഴയും അതോടൊപ്പം തന്നെ കാറ്റും ഈ കാലാവസ്ഥയാണ് ഈ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിലവിൽ മാറിയിരിക്കുന്നത്.